ഹായ്, ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്നുണ്ടല്ലോ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി തുടങ്ങുമായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് ഞാൻ അമലയിൽ എത്തിയപ്പോൾ തന്നെ പെറ്റ് തെറാപ്പിയുടെ അവിടേക്ക് പോയായിരുന്നേ. അവിടെ ഒത്തിരിയും കിളികളും മയിലും ഒക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനിതൊക്കെ കാണാമെന്ന് വിചാരിച്ചു. വല്ലപ്പോഴൊക്കെ അവിടെ പോയി നിൽക്കാറുണ്ട് കേട്ടോ. കുറച്ച് നേരം കിളികളുടെ ശബ്ദവും ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിനൊരു സുഖമാണ് കേട്ടോ. അതുപോലെ കുറേ കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് കാണിക്കാനൊക്കെ ആയിട്ട് അവിടെ നിൽക്കാറുണ്ട് ആളുകൾ. ഞാൻ ചെന്ന സമയത്ത് അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈവനിങ് ടൈമിലായിരുന്നല്ലോ, നൈറ്റ് കയറാൻ വേണ്ടി വന്ന സമയത്താണിത് കാണാൻ പോയത്. അപ്പോൾ അത് കാരണം കൊണ്ട് അധികം ആൾക്കാരൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിന് ചുറ്റും ചെടികളും മരങ്ങളും ഫ്രൂട്ട്സിൻ്റെ മരങ്ങളും ഇതൊക്കെയാണ്. ഒരു പ്രത്യേക രസമാണ് കേട്ടോ അവിടെ നിൽക്കാനായിട്ട്. കിളികളുടെ ശബ്ദമൊക്കെ കേട്ട് കുറച്ച് നേരം നമുക്കവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് നേരെ ക്യാൻറ്റീനിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് പോന്നു. ഹോസ്റ്റലിലെത്തി വേഗം റെഡിയായി തിരിച്ച് നമ്മൾ ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങി. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ ഭയങ്കര ഉഷാറിലായിരുന്നു. അതുമാത്രമല്ല, ഇന്ന് നല്ല ഹാപ്പിനെസ്സും ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ നേരെ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ച് നേരെ ഡ്യൂട്ടിക്കായിട്ട് കയറി. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലം എല്ലാവർക്കും അറിയാലോ. ഞാനിവിടെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഞാനിങ്ങനെ പോന്നു. അത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കഴിഞ്ഞ് ഇറങ്ങി. മാതാവിൻ്റെ അടുത്ത് ഇന്ന് നൈറ്റ് വരാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ രാവിലെ ചെറിയൊരു മഴച്ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് രാവിലെ ഫുഡ് കഴിച്ചില്ല, നേരെ ഹോസ്റ്റലിലേക്കാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഹോസ്റ്റലിലേക്ക് പോരുന്ന വഴിക്കാണ് ഒത്തിരിയും പേര് ഡ്യൂട്ടിക്ക് കയറാനായിട്ട് വരുന്നു. ഒത്തിരിയും പേര് പുതിയ ഒരു ദിവസം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പ്രയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ രാവിലെ അങ്ങനെ കാഴ്ച അങ്ങനെ കാണാറില്ല. പക്ഷെ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് നേരം മീൻകുട്ടന്മാരെ കാണാൻ നിന്നു. ഇവിടെയും ഞാൻ കുറേ നാളായിട്ട് അങ്ങനെ നിൽക്കാറില്ല. അപ്പോൾ ഇന്നിങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് നിൽക്കാമെന്ന്. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അവരുടെ കളിയും ചിരികളൊക്കെ കണ്ട് അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ ഹോസ്റ്റലിലേക്ക് പോന്നു. ഹോസ്റ്റലിൽ ഇന്ന് രാവിലെ നേരത്തെ എത്തി. ഫുഡ് കഴിക്കാൻ പോവാത്ത കാരണം കൊണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ ഹോസ്റ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതൊക്കെയായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയിൽ ഇന്നത്തെ വിശേഷങ്ങൾ.